Hi all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറയും. നമ്മുടെ കേരള സ്റ്റൈലല്ല, തമിഴ്നാട് സ്റ്റൈലാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഒരുപാട് തക്കാളിയും സവാളയും ഒന്നും വഴറ്റി സമയം കളയാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 5ാമത്തെ ക്വസ്റ്റ്യൻ ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു തലപ്പാക്കട്ടി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ട് വേണ്ടുന്ന ഒരു ബിരിയാണി മസാല റെഡിയാക്കിയെടുക്കണം. ഒരു സ്പെഷ്യൽ ബിരിയാണി മസാലയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 വട്ടം ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് 1/2 ടീസ്പൂണും ഒന്ന് 1/4 ടീസ്പൂണും, അങ്ങനെ 1/4 ടീസ്പൂണാണ് കേട്ടോ അളവ് എടുത്തിട്ടുള്ളത്. അടുത്തത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യൂമിൻ സീഡാണ്. അടുത്തത് 1/4 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്. അടുത്തതൊരു 4 പീസോളം, ഏതാണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള 4 പീസ് പട്ട ചേർത്ത് കൊടുക്കുക. അടുത്തത് ഒരു 8-10 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. അടുത്തതൊരു 7-8 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതൊരു സ്റ്റാർ അനീസ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കണ്ട, ഓവർ ആവണ്ട. അടുത്തത് ഈ ഒരു വലുപ്പത്തിലുള്ള ബേ ലീഫ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 ഏലക്കായ, പിന്നെ ഒരു ജാതിപത്രി ചേർത്ത് കൊടുക്കുക. അടുത്തത് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന കൽപ്പാസി എന്ന് പറയുന്നത് തമിഴ്നാട് സ്പെഷ്യൽ റെസിപ്പീസിലൊക്കെ ചേർക്കുന്നതാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് അതേ പെർഫെക്ഷനൊക്കെ കൊടുക്കുന്നത് ഈ ഒരു കൽപ്പാസിയാണ് കേട്ടോ. ആ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഈ കൽപ്പാസിക്ക് കറക്റ്റ് അളവില്ല കേട്ടോ, നിങ്ങളൊരു കുറച്ച് കൈ കൊണ്ട് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി മസാല പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ തന്നെ അടച്ചു വെക്കുക കേട്ടോ, ഒട്ടും സ്മെല്ലൊന്നും പുറത്ത് വേണ്ട, നല്ല സ്മെല്ലുണ്ടാവും ഈ ഒരു സമയത്ത്. അടുത്ത നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അടുത്ത വേറൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 250 ഗ്രാം അളവിൽ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊതുവേ ഈ ബിരിയാണി എപ്പോഴും ചെറിയ ഉള്ളിയിലാണ് ചെയ്യുക, പക്ഷേ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ചെറിയ ഉള്ളി ചെയ്യുമ്പോഴാണ്. അടുത്തത് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 10-12 അല്ലി എടുത്തിട്ടുള്ളൂ, കാരണം നല്ല വലുപ്പമുള്ള ചോളയാണ്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 14-15 അല്ലിയോളം എടുത്തോളൂ. ഇനി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏതാണ്ട് 5 അത്യാവശ്യം വലുപ്പമുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പകുതിയായിട്ട് പുതിനയില ചേർത്ത് കൊടുക്കുക. പുതിനയില ഓവർ വേണ്ട കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് ഇതുപോലെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ചെറിയ കഷ്ണാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഇഞ്ചി ചേർക്കരുത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാ മസാലകളും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് 1 പോട്ട് ബിരിയാണി റൈസ് എന്നും പറയാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു പോട്ടിലാണ് നമ്മൾ ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് പാത്രമൊന്നും എടുത്തിട്ട് വെറുതെ ടൈമൊന്നും കളയുന്നില്ല. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഓയിലിലേക്ക് ഇനി നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നിർബന്ധമാണ് കേട്ടോ, എങ്കിലേ നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എണ്ണ കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ഉള്ളിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഈ നെയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് മാത്രം മതി. ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ മാത്രം. ഈ ഒരു സമയത്ത് നമ്മളൊരല്പം ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ലോ ടു മീഡിയത്തിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഈ ഒരു പൊടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടും, കാരണം നമ്മൾ വറുത്തിട്ടൊന്നുമല്ലല്ലോ പൊടി പൊടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 750 ഗ്രാം, അതായത് 3/4 കിലോഗ്രാം അളവിൽ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ബിരിയാണി മസാലയുടെയൊക്കെ അളവുണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ചിക്കനിൽ കറക്റ്റ് വരുന്ന ഒരളവാണ്. അപ്പോൾ നിങ്ങൾ 1 കിലോനോ അതിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കുകയാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതലാക്കി എടുക്കണേ. അപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അടുത്ത ഇതിലേക്ക് ഏതാണ്ട് ഒരു 5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ചെറിയൊരു പുളിപ്പുള്ള തൈരാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. പുളി കുറവുള്ള തൈരാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കും. കാരണം നമ്മളിത് തക്കാളിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് പുളി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കണേ ചെറുനാരങ്ങ. ഞാൻ വേറെ എക്സ്ട്രാ ചെറുനാരങ്ങ ഇതിൽ ചേർക്കുന്നില്ല, കാരണം പാകത്തിനുള്ള പുളിപ്പ് എനിക്ക് പറ്റിയ പുളിപ്പ് ഇതിലുണ്ട്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, നമ്മൾ കഴുകി വെച്ചിട്ടില്ല. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. എങ്കിലേ ചിക്കനിൽ നന്നായിട്ട് മസാല എല്ലാ സൈഡും പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അര വേവിലും കുറച്ചൊരു അധികമായിട്ട് 3/4 ഭാഗത്തോളം വേവണ്ട, അതിന് കുറച്ച് താഴെയായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാരണം ബാക്കി നമുക്ക് റൈസിലിട്ടിട്ടും വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം മീഡിയത്തിൽ വെക്കുക, പിന്നെ കുറച്ചൊന്ന് തീ കൺട്രോൾ ചെയ്യുക കേട്ടോ. ഞാനിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കാരണം നമുക്ക് അറിയാമല്ലോ ചിക്കൻ ഓൾറെഡി എന്തായാലും വെള്ളം വരും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യണേ. ഇപ്പം കണ്ടില്ലേ, നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതില്ല, ഇതിൽ എത്ര വെള്ളം വന്നല്ലേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് നിൽക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് മിക്സ് ചെയ്യണേ, കാരണം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ടൊരു 3/4 ഭാഗത്തിൻ്റെ അടുത്തായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഏതാണ്ട് അരഭാഗത്തിലും കുറച്ച് മുകളിലായിട്ടൊന്ന് വേവ് ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടണേ. നമുക്ക് ബിരിയാണിക്ക് പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി ഒന്ന് കഴുകി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു തലപ്പാക്കട്ടി ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് അളവിൽ, അതായത് 600 ഗ്രാം അളവിൽ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പൊതുവേ തമിഴ്നാട് ബിരിയാണിയിൽ ജീരക സാമ്പാർ റൈസ് എന്ന് പറഞ്ഞിട്ട് ജീരക സാമ്പാർ റൈസ് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാകുക. അത് കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നായിട്ട് തോന്നില്ല, പക്ഷെ അവർ ജീരക സാമ്പാർ റൈസ് എന്നാണ് പറയുക. പക്ഷെ നമ്മൾ മലയാളി ചെയ്യുമ്പോൾ എന്തായാലും ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു റൈസ് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ, കാരണം കാണാനൊക്കെ സെയിം ആണ്. അപ്പോൾ ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ അരി അളന്നെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നല്ലപോലെ ഏതാണ്ട് ഒരു 3/4 ഭാഗത്തിൻ്റെ അടുത്തായിട്ട് വേവ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 3 കപ്പ് അരി എടുത്തതുകൊണ്ട് 6 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. നേരെ ഡബിളാണ്, 1 കപ്പിന് 2 കപ്പ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗ്രേവി കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഏതാണ്ട് ഒരു കറക്റ്റ് 1 കപ്പോളം ഗ്രേവിയോളം ഉണ്ടാവും. അഥവാ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചിക്കനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക, വേറൊരു ബൗളിലേക്ക് കോരി എടുത്തിട്ട് ഗ്രേവി ഒന്ന് അളന്നെടുത്താലും മതി, കുറച്ചൊന്ന് ചൂട് തണുത്തതിന് ശേഷം കേട്ടോ. അപ്പോൾ എൻ്റെത് ഇപ്പോൾ എന്തായാലും 1 കപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ 3 കപ്പിന് 6 കപ്പ് വെള്ളമല്ല വേണ്ടത്, 5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക, കാരണം നമുക്കിനി റൈസ് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിൽ തന്നെ ഓൾറെഡി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ട് ഉപ്പ് വേണം. ഇപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുറവായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നോക്കണേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുളി നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ അരി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ല, എല്ലാ സൈഡും നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകിയിട്ട് ഊറ്റി വെച്ചിരുന്നല്ലോ അരി, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു പകുതിയോളം വേവായിട്ടും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സമയത്ത് ഫ്ലെയിം എത്രത്തോളം കുറക്കാൻ പറ്റും അത്രയും കുറച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. പിന്നെ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ ഓവർ വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത്, കാരണം ഇനിയും നമുക്ക് പകുതിയോളം വേവാനുണ്ടല്ലോ, അതിനനുസരിച്ച് കുറച്ച് വെള്ളമൊന്നും അതിലിരുന്നോട്ടെ. ഇനി നമുക്ക് ഈ ചിക്കനും മുഴുവനായിട്ട് ചിക്കനും ഈ റൈസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ മുകൾ ഭാഗം എപ്പോഴും ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ബിരിയാണി റെഡിയാക്കുമ്പോൾ എങ്കിൽ പെട്ടെന്ന് തന്നെ വെന്തിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഞാൻ ഇളക്കിയിട്ട് ഇത് കാണിച്ചു തരാം. റൈസൊക്കെ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് ഒന്നും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചിക്കൻ വേവില്ല എന്നുള്ള ടെൻഷൻ വേണ്ട, കാരണം ഏതാണ്ടൊരു 1/4 വേവിൽ അടുത്തായിട്ട് തന്നെ നമ്മൾ വേവിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി നല്ല ഒരു ഭംഗിയുള്ളൊരു പെർഫെക്ഷൻ കിട്ടേണ്ടിക്ക് ഒരു 10-15 മിനിറ്റ് ഇതിന് നമ്മൾ തൊടാതെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഉടനെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു അപ്പുറം ഇപ്പുറമൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ കാണാൻ പറ്റും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുക. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുത്താൽ മതി. കുറച്ചൊന്ന് ചൂട് തണുത്തോട്ടെ. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് ഗിവ് അവേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ ഈ ബിരിയാണിയിൽ കൽപ്പാസി എന്ന് പറയുന്നൊരു ഇൻഗ്രീഡിയൻറ്റ് ഇട്ടിട്ടുണ്ട്, അതിന് അളവ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അളവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എഴുതുക. അഥവാ അളവുണ്ടെങ്കിൽ അതിൻ്റെ അളവ് എത്രയാണെന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് എഴുതുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെയാണ് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. 5 പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് ഉള്ളത്. അങ്ങനെ നമ്മുടെ ഡെണ്ടിക്കുൾ തലപ്പാക്കട്ടി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സമയം തക്കാളി ഇതൊന്നും വഴറ്റിയിട്ടൊന്നും ടൈം കളയാനൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ല, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് പരസ്പരം വിട്ട് നിൽക്കുന്ന ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബിരിയാണി ഉണ്ടാകുക. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം. കാരണം നമ്മൾ എപ്പോഴും ഒരേ ടൈപ്പ് ബിരിയാണി ആക്കുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ആക്കാൻ പറ്റിയ ഒരു കിട്ടില്ല റൈസാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൈസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്